ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾക്കിന്ന് ഒരു സ്പെഷ്യൽ മട്ടൺ ലിവർ പെപ്പർ റോസ്റ്റ് ചെയ്താലോ? അതിനുവേണ്ടി ഞാൻ 1.5 കിലോ മട്ടൺ ലിവർ എടുത്തിട്ടുണ്ട്. 1.5 കിലോ അത് നന്നായിട്ട് വിനാഗിരിയിലും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് കഴുകി ഒരു 6-7 ഗ്ലാസ് നല്ലതുപോലെ വെള്ളത്തിൽ കഴുകിയിട്ട് ലാസ്റ്റിൽ നമ്മൾ വിനാഗിരിയും ഉപ്പും മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് ഒരു 2-3 മിനിറ്റ് വെച്ചിട്ട് അതും കഴുകിക്കളണം. അപ്പോൾ നന്നായിട്ട് ആ സ്മെല്ലൊക്കെ അങ്ങ് മാറും. പിന്നെ അതിനകത്ത് നമ്മൾ ഈ ഊസ് ചെയ്തതിനകത്ത് ഈ ബ്ലഡൊക്കെ ഇതിനകത്തുള്ളൂ, അത് നമ്മളിങ്ങനെ അത് ഊസ് ചെയ്തങ്ങ് കളയണം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ കഴുകി 1.5 കിലോ മട്ടൺ റോസ്റ്റ്. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള ഒരു 2 സവാള വലുത് വളരെ നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞത്, കറിവേപ്പില, 2 പച്ചമുളക്. പിന്നെ നമുക്ക് വേണ്ടത് അതിൻ്റെ ചെറിയ ഉള്ളി ഞാനൊരു 10-15 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ ഇതിനകത്ത് മെയിൻ കണ്ടൻറ്റ് പെരിഞ്ജീരകം. പിന്നെ അതിൽ വലിയ കണ്ടൻറ്റ് ഈ നമ്മുടെ കുരുമുളക് പൊടിച്ചത്, ക്രഷ് ചെയ്തതാവും കേട്ടോ, ഒത്തിരി പൊടിക്കേണ്ട, ക്രഷ് ചെയ്തത്. അത് ഞാൻ നല്ലതുപോലെ എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ 2 സ്പൂൺ എടുത്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ മെയിൻ കണ്ടൻറ്റ് ഇതല്ലേ, പെപ്പർ റോസ്റ്റ് ആയതുകൊണ്ട്. പിന്നെ അതിന് കൂടെ ചേർക്കേണ്ട മസാലകൾ: മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. പിന്നെ ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അത് ഞാൻ 1 ടീസ്പൂൺ എടുത്തുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് മെയിൻ പെപ്പർ റോസ്റ്റ് ആയതുകൊണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഗരം മസാല ഒരു ടീസ്പൂൺ. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പാൻ അടുപ്പയിൽ വെച്ച് ചൂടാക്കി 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. ഇനി അതിനകത്തോട്ട് നമ്മൾക്ക് ഇത് ഒരു മെയിൻ കണ്ടൻറ്റ് നമ്മുടെ പെരിഞ്ജീരകം. നമ്മൾ കടുക് വറക്കുന്നതിന് മുമ്പ് അതിന് പകരം പെരിഞ്ജീരകം ഇട്ട് ഈ എണ്ണ നല്ല സുഗന്ധപൂരിതമാക്കും. അപ്പോൾ ആ നല്ലൊരു ടേസ്റ്റാണ് ഈ നമ്മുടെ മട്ടൺ പെപ്പർ റോസ്റ്റ്. അതാണ് അതിൻ്റെ ഒരു ഭയങ്കര ടിപ്പ്. അപ്പോൾ ഈ നമ്മളിങ്ങനെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി നമുക്ക് കറിവേപ്പില, അത് കഴിഞ്ഞിട്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് നല്ലതായിട്ട് പച്ചവെള്ളം മാറുന്നവരെ നന്നായിട്ട് വഴറ്റണം. ഇതെല്ലാം ആ പെരുംജീരകത്തിൻ്റെ ഒക്കെ നല്ല മണം വന്നപ്പോൾ നമ്മൾ ആ ഒരു ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഏതായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പെരുംജീരകത്തിൻ്റെ മണവും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ മണം വരുമ്പോൾ ഭയങ്കര നല്ല കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല മണവുമായിരിക്കും. അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് വാടിക്കഴിഞ്ഞിട്ട് നമുക്കിനി ഇരുന്ന് പറയാം ഈ പിന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിനി അതിനകത്ത് പച്ചമുളക് ഇടാം. ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇടാം. ചെറിയ ഉള്ളി ഒന്ന് നല്ലോണം വഴറ്റിയിട്ട് സവാളയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലൊരു ഗോൾഡൻ കളറാവണേ. തീ കുറച്ചിട്ടേക്കും. നല്ലോണം വാടിയിട്ട് അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒരുവിധം നല്ല ഗോൾഡൻ കളറായി. ഇനി നമുക്ക് ഇതിൻ്റെ മസാലകളെല്ലാം ചേർക്കാം. ആദ്യമായിട്ട് നമുക്ക് ചേർക്കേണ്ടത് ഈ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഇതാണ് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ്, കുരുമുളക് പൊടി നല്ലതുപോലെ ഒന്ന് വാടി അതിൻ്റെ ഒരു കുത്തുമണം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത മസാലകളൊക്കെ ചേർക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മസാലകളെല്ലാം ആഡ് ചെയ്യാം. ഇത് നല്ലതുപോലെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്തേ പറ്റും, ഇതിനകത്ത് തികയത്തില്ല, ചൂട് വലുതാക്കാം. അപ്പോൾ പച്ചമണം എല്ലാം മാറി ഇനി നമുക്കിതിൻ്റെ കൂടെ ലിവർ ഇട്ടൊന്ന് ഇളക്കണം. അപ്പോൾ നമ്മുടെ പാനൊന്ന് മാറ്റി വലിയൊരു പാൻ എടുത്തു. നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ലിവർ ഇതിനകത്തിട്ടു. ഇപ്പോൾ നമ്മൾ വഴറ്റി വെച്ചേക്കുന്ന സവാളയുടെ കൂട്ടുണ്ടല്ലോ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം.
ഇത് കുക്കറിൽ ചിലവർ കുക്കർ ഇടും, പക്ഷെ കുക്കർ ഇടാതിരിക്കുന്നത് നല്ലത്. സ്ലോ ഫയറിൽ ചെറിയ തീയിൽ നല്ലതുപോലെ ചെറിയ തീയിൽ ഇട്ട് വേവിക്കുന്നതായിരിക്കും നല്ലത്. കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പെട്ടെന്ന് വെന്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും. പക്ഷേ നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ച് നമുക്ക് ചെറിയ തീയിൽ ഇട്ട് വേവിക്കുന്നില്ല. ഒന്നുകൂടെ നല്ലപോലെ ഇളക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നല്ലതുപോലെ ഇളക്കി മസാലയൊക്കെ നല്ലതുപോലെ പിടിപ്പിച്ചു 2 മിനിറ്റ് ഇങ്ങനെ ചെറിയ തീയിലിട്ടൊന്ന് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ മസാല ഈ ലിവറിനകത്ത് പിടിക്കും. ഇനി നമുക്ക് കുക്കറി വേവിക്കേണ്ട, നമ്മുടെ ഈ പാനകത്ത് തന്നെ വേവിച്ചാൽ മതി. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. എന്നാൽ തന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഇതിനകത്തൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ സോഫ്റ്റായിട്ട് തന്നെ അത് വെന്ത് ഇറങ്ങും. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കാവും. ഒരിക്കലും തണുത്ത വെള്ളം ഒഴിക്കരുത്, ലിവർ കട്ടിയായി പോവും. തിളച്ച വെള്ളം ഒഴിക്കാം കേട്ടോ. നമുക്ക് സ്ലോ ഫയർ ചെയ്ത് ഒരു 15 മിനിറ്റ് വേവിക്കാം. അത് കഴിഞ്ഞ് നോക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ, അടിക്ക് പിടിക്കാതിരിക്കും. പാനായതുകൊണ്ട് അടിക്ക് പിടിക്കത്തില്ല. നിങ്ങൾ ഏതാ പാത്രം എടുക്കുന്ന നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നല്ലപോലെ അടച്ച് വേവിക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണേ. ഞാനിപ്പോൾ നോക്കി കറക്റ്റാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഇളക്കി നോക്കിയപ്പം കണ്ടോ അതിൻ്റെ വെള്ളം അതിൽ നിന്ന് ഇറങ്ങി തന്നെ. ആദ്യം നമ്മളൊന്ന് ഇച്ചിരി ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് വേണം കുറയ്ക്കാനേ. തീ കൂട്ടിയപ്പോൾ തന്നെ അതിൽ നിന്ന് ഇറങ്ങി വെള്ളം കണ്ടോ. നമ്മൾ 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി ഇതിരുന്ന് വേവും. ഇനി നമുക്ക് തീ കുറച്ചേ ഇടാവും കേട്ടോ. അപ്പോൾ ഈ മസാലയെല്ലാം നല്ലതുപോലെ പിടിച്ച് ഇത് വേവും. കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. അപ്പം ഇങ്ങനെ തന്നെ ചെറിയ തീയിലിട്ട് അതങ്ങ് വേവും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കറക്റ്റ് ഞാൻ ഇടയ്ക്കൊന്ന് കാണിച്ചായിരുന്നല്ലോ 20 മിനിറ്റ് എടുത്തത് ഇങ്ങനെ ആവാനേ. 20 മിനിറ്റ് എടുത്തപ്പോഴത്തേക്ക് ഉണ്ടോ നല്ലതുപോലെ വറ്റി സൂപ്പറായി ഉണ്ടോ. ഒട്ടും വെള്ളമില്ല. നമ്മളിത് റോസ്റ്റായിട്ടാണ് എടുക്കുന്നത്. ഇനി ഫ്രൈ ആണെങ്കിൽ ഇതിനകത്ത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഒട്ടും പിന്നെ ഒരു നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം വേണമെങ്കിൽ. ഇത് നമ്മൾ റോസ്റ്റായിട്ട് എടുക്കുന്നതുകൊണ്ട് ഇത് ഇത്രയും കുഴമ്പ് രൂപത്തിലാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇളക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഫൈനൽ പ്രോഡക്റ്റാണ് ഇത്. അപ്പം കൂട്ടുകാരെല്ലാം കണ്ടല്ലോ, നല്ല കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്, കഴിക്കാനും അതേ ടേസ്റ്റ്. ഉപ്പെല്ലാം നല്ല പരുവത്തിനുണ്ട്, എരിയും പരുവത്തിനുണ്ട്. നമ്മൾ പിന്നെ എന്താ പറയുന്നത്, ഈ പെരിഞ്ചീരകം ഇട്ട് കടുക് വറുത്തതുകൊണ്ട് നല്ല ഗ്രേവിക്കൊക്കെ നല്ല മണവും ഉണ്ട്, രുചിയുമുണ്ട്. നല്ലതുപോലെ വെന്ത്. അതുകൊണ്ട് കുക്കർ ഇത് വേവിക്കാതിരിക്കുന്നത് നല്ലത്. നമ്മളൊരു 20 മിനിറ്റ് സ്ലോ ഫയറിൽ ഇട്ടതുകൊണ്ടാണ് 20 മിനിറ്റ്, അല്ലെങ്കിൽ ഇച്ചിരി നേരത്തെ ആയേനെ. അതുകൊണ്ട് ഈ കരളിനകത്തെല്ലാം നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല നീറ്റാക്കി അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് കാണുക, കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.